ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന എപ്പോഴപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. മെക്സിക്കോയിലെ ഒരു വനിതയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പ്രാരംഭമായി പറഞ്ഞ് ഞാൻ ഇന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ബലൂൺ വഴി വ്യോമയാന പരിശീലനം നടത്തുന്നതായ ഒരു വനിതയാണ്. അവരുടെ ലാസ്റ്റ് പറക്കലിനായിട്ട് അവരുടെ സ്നേഹിതരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നതായ ആളുകളും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവർ ആ ബലൂണ് അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ടായി അതിൻ്റെ ബർണർ തുറന്നു ഒരു മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെള്ളി മേഘങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇതോടുകൂടി എൻ്റെ വ്യോമയാന പരിശീലനം അവസാനിപ്പിക്കുകയും എനിക്ക് പൈലറ്റ് പരിശീലനത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുമെന്ന് അവർ കരുതി. ഇത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ പ്രസിദ്ധീകരിച്ചതായിട്ടുള്ള ഒരു സംഭവ കഥയാണ്. അവര് ഉയരങ്ങളിലേക്ക് വെള്ളിമേഘങ്ങളുടെ ഇലൂടെ പറന്നു പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിൽ അവരുടെ കണ്ണിൽ ഒരു കാര്യം കാണുവാനായിട്ടിടയായി. മരുഭൂമിയിൽ നിന്നുള്ള കറുത്ത പുക അഥവാ മണൽക്കാറ്റ് വീശിയടിക്കുകയാണ്. അത് ഇവരുടെ ബലൂൺ യാത്രയ്ക്ക് തടസ്സമായി തീരുവാനും അത് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കുവാനും ഇടയായി. ഇവരാകെ ഭാരപ്പെട്ടു. എനിക്കിത് പൂർത്തീകരിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ എന്ന് അവർ ഭാരപ്പെട്ടു. പെട്ടെന്ന് ഈ മണൽക്കാറ്റ് അവിടെ വരികയും ഇവരെ മൂടുകയും ചെയ്തു. ഒരു പ്രത്യേക അവസ്ഥ. അവരിങ്ങനെ കരുതി അനേകര് ഇതുപോലെയുള്ള അപകടത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാള് ഞാനായിത്തീരുമോ എന്ന് ഭയപ്പെട്ടു. അവർക്ക് ആ ബലൂൺ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല. അതിൻ്റെ ബർണറിൽ ഓപ്പൺ ചെയ്ത് നിയന്ത്രിപ്പാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും താഴേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷെ അത് സാധ്യമല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവർ ചെറുപ്രായം മുതൽ തന്നെ ദൈവത്തിൽ ആശ്രയം വെച്ച ഒരു വനിതയായിരുന്നു. അവർ വളരെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നതായ ഒരു സങ്കീർത്തനം 91 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവയെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിനക്ക് ഉത്തരമരുളും, കഷ്ടകാലത്ത് അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ആ വചനം അവർക്ക് വളരെ ശക്തമായൊരു ദൂതായി അവരുടെ ഹൃദയത്തിൽ വന്നു. എന്നെ തള്ളിക്കളയാത്ത എൻ്റെ യേശു, എൻ്റെ ദൈവം എന്നെ വിടുവിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കരം ആ ബർണറിലേക്ക് നീട്ടുമ്പോൾ അവർക്കറിയില്ല, അത്ഭുതകരമായി മറ്റൊരു കരം അവരുടെ മുകളിൽ ആ ബർണറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ അവരെ ഭൂമിയിൽ ലാൻഡ് ചെയ്തു. വിളിച്ചറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം അവരുടെ ജീവിതത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകത്തില് 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഒരു പുതിയ വീട് പണിതാൽ വീട്ടിൻ മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിനൊരു കൈമതിൽ ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന വേദപുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം അവർക്ക് മോശയ്ക്ക് കൊടുത്തതായ കൽപ്പനയാണ്. ആ കാലങ്ങളിൽ അവർ വീട് പണിയുമ്പോൾ വീടിന്റെ മുകള് പരന്ന പ്രതലമായിട്ടാണ് പണിതിരുന്നത്. എന്നാൽ നിർബന്ധമായും അതിനെ കൈമതിൽ പണിയണമെന്ന് യഹോവയായ ദൈവം അവരോട് അരുളിച്ചെയ്തു.
എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവര് സിനഗോഗുകള് അവരുടെ പ്രാർത്ഥനകളൊക്കെ രാത്രി നീണ്ടാൽ കുഞ്ഞുങ്ങളൊക്കെ വീണ് ആ വീട്ടിന്റെ മുകളിൽ താഴേക്ക് വീണ് വീട്ടിന്മേൽ രക്തപാതം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് ആദിമകാലം മുതൽ തന്നെ അവർ കൈമതിൽ പണിയുമായിരുന്നു. എന്നാൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 കൈമതിലാണ് നമ്മൾ പണിയേണ്ടത്. ഒന്നാമത്തെ കൈമതിൽ എന്ന് പറയുന്നത് ദൈവവചനമാകുന്ന കൈമതിലാണ്. എന്താണ് ദൈവവചനം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ പിതാവാം ദൈവം തോടൊപ്പം പുത്രൻ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്, വചനമെന്ന് പറയുന്നത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം കർത്താവാണ് വചനം. ദൈവത്തിന് സ്തോത്രം. ആ വചനമായിരുന്നവരാണ് ജഡമായി തീർന്നത്. നമുക്കറിയാം, കർത്താവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാര് പറയുന്നുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ആട്ടിടയന്മാരോട് അറിയിച്ച്, സാധാരണക്കാരോടാണ് അറിയിച്ചത്, അവരെ അറിയിക്കുവാനായിട്ട് ഇടയായിച്ചു. അപ്പൊ നമ്മൾ മറന്നു പോകരുത്, ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, പുത്രനുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവുണ്ടായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തില് വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ 1:13 വരുമ്പോൾ ഇവിടെ പറയുന്നു, അവൻ രക്തത്തിൽ നിന്ന് അല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ നമ്മൾ ഓർക്കണം, ജഡത്തിന്റെ ഇഷ്ടം കൊണ്ടാണ് നമുക്കൊക്കെ മക്കൾ ഉണ്ടാകുന്നത്, തലമുറകൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കാത്തിരുന്ന കന്യക മറിയാമിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ഉരുവാകുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ കർത്താവ് ജനിച്ചത് എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ 1:14 നമ്മൾ വരുമ്പോൾ വീണ്ടും പറയുന്നു, അവൻ ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കൃത്യങ്ങളിൽ ദൈവവചനം ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഐസിയുവിലായിരിക്കുമ്പോൾ, ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും നമ്മളെ തള്ളിക്കളയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മറന്നു പോകരുത്, ആ ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തു നമ്മളെ ആ വേദനയുടെ നടുവിൽ, അല്ലെങ്കിൽ പ്രയാസത്തിന്റെ നടുവിൽ, ആരോടും സംസാരിക്കാൻ കഴിയാത്തതിന്റെ നടുവിൽ നമ്മളെ ആശ്വസിപ്പിക്കുമെന്നാണ് ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശു ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി ആ കാലത്ത് 2000 വർഷങ്ങൾക്ക് അപ്പുറം കർത്താവ് ജീവിച്ചു. ആമേൻ. തന്റെ ശിഷ്യന്മാർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. ശിഷ്യന്മാരോട് കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ആമേൻ. പിതാവിൽ നിന്ന് കേട്ടത് മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. പകൽ കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കും, രാത്രിയിൽ താൻ പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് കടന്നു പോകും. എന്തിനു വേണ്ടിയാണ് മലമുകളിൽ കടന്നു പോകുന്നതെന്നറിയാമോ? കർത്താവ് മലമുകളിലേക്ക് കടന്നു പോയത് അടുത്ത ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ആ മലയിൽ നിന്ന് ഇറങ്ങി വരേണ്ടതിന് വേണ്ടിയാണ്. കർത്താവിന്റെ ശുശ്രൂഷ 3.5 വർഷക്കാലമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3.5 വർഷക്കാലത്തിനുള്ളിൽ തനിക്ക് ശുശ്രൂഷ നിർവഹിക്കണം. മാത്രമല്ല, സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവമാണ് ഞാന് എന്ന് അവിടെ ജനത്തെ ബോധ്യപ്പെടുത്തണം. എന്തിനു വേണ്ടിയാണ്? ആദാം ചെയ്ത പാപം നിമിത്തം സകല മാനവരാശിയും പാപത്തിൽ അധീനതരായി തീർന്നപ്പോൾ, ആമേൻ, ആ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം തോന്നി തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ ശുശ്രൂഷ 3.5 വർഷക്കാലമായിരുന്നു. നമുക്കറിയാം, ഈ നാളുകളില് മീഡിയകളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്, യേശു ഉണ്ടായിരുന്നോ ഇല്ലയോ?
അതൊക്കെ വെറുതെ ക്രിസ്ത്യാനികൾ പറയുന്നതായ കാര്യങ്ങളാണെന്ന് അനേക ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ പറയാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചുവെന്നും യേശുക്രിസ്തു ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചുവെന്നും 3.5 വർഷത്തെ ശുശ്രൂഷ തീർത്തു കഴിഞ്ഞപ്പോൾ ആമേൻ പീലാത്തോസിന്റെ കരങ്ങളാൽ കർത്താവ് കാൽവറിയിലേക്ക് ആമേൻ കാൽവറി ക്രൂശിൽ മരണത്തിന് വിധേയമായപ്പെട്ടെന്നും ആമേൻ ആ കാൽവറി ക്രൂശിലെ മരണ നിമിത്തം നമ്മൾ കാണുകയാണ്. കർത്താവ് സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തന്റെ ജീവനെ നമുക്കായി ബലിയർപ്പിച്ചുകൊണ്ട് തന്റെ ജീവൻ അവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് നമുക്കറിയാം, കർത്താവ് മരിച്ചു, കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. ആ കല്ലറ ഇന്നും അവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ആമേൻ. മാത്രമല്ല കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു, സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഇന്നെന്റെ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഞാൻ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കേണ്ടതിന്, പിതാവിന്റെ അടുക്കൽ മധ്യസ്ഥത അണയ്ക്കേണ്ടതിന് പിതാവിന്റെ വലത്തുഭാഗത്ത് കർത്താവ് ഇരിക്കുന്നതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക. അത് കണ്ടതാര സ്തെഫാനോസ. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നതും കാണുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അവൻ നല്ലൊരു അഡ്വക്കേറ്റായി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ അവിടെ ആയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ആമേൻ. നമ്മുടെ ഭവനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന്, വചനം കൊണ്ട് മതിൽ കെട്ടണം. അതിന് നമ്മുടെ ഹൃദയത്തിൽ വചനം ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. കേരളക്കരയിൽ മുഴുവൻ ചിക്കൻ ഗുനിയ ബാധിച്ച സന്ദർഭത്തിൽ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിതാണ്, കർത്താവേ, ഇസ്രായേൽ ജനത്തിന്റെ കട്ടിലക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയപ്പോൾ, കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയപ്പോൾ ആ ഇസ്രായേൽ ഭവനത്തെ സംരക്ഷിച്ചതായിട്ടുള്ള ആ രക്തത്തിന്റെ നീളായിരുന്നു യേശുക്രിസ്തുവിന്റെ രക്തം. ആ കർത്താവിന്റെ കട്ട പിടിക്കാത്ത രക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റാകെ ഞങ്ങളെ മുദ്രയിടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ചിക്കൻ ഗുനിയ എന്ന രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്താണ്? വചനം കൊണ്ട് നമ്മുടെ ഭവനത്തെ നമ്മൾ വേലി കെട്ടണം. അതുകൊണ്ടാണ് ഞാൻ കുറുവാക്യത്തിൽ പറഞ്ഞത്, ഒരു പുതിയ വീട് പണിതാൽ വീട്ടിൻ മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് അതിന് നിങ്ങൾ കൈമതിൽ ഉണ്ടാക്കണം. പഴയ നിയമത്തിൽ ആരെങ്കിലും വീടിന്റെ മുകളിൽ നിന്ന് വീണ് ആമേൻ മരിച്ചു പോയാൽ ആമേൻ അവരുടെ രക്തം ആ ഭവനത്തിന്റെ മേൽ ശാപമായി തീരുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവവചനം കൊണ്ട് നമ്മുടെ ഭവനത്തെ മുദ്രയിടുമ്പോൾ ഈ ലോകത്തിന്റെ ശത്രുവിനോ പ്രഭുവിനോ ആർക്കോ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു വാക്യം കൂടെ ഓർപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 1-2-3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്ന കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ അത് കണ്ടതാണ്, ഞങ്ങൾ അവന്റെ വാക്കുകൾ കേട്ടതാണ്, ഞങ്ങൾ അത് സാക്ഷീകരിക്കുകയാണ്. പിതാവിനോടുകൂടി ആയിരുന്നവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി നിത്യജീവനെ ഞങ്ങളോട് അറിയിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നത്, ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. യെശയ്യാവ് 55:11 പറയുന്നു, എന്റെ വായിൽ നിന്ന് വരുന്നത് എന്റെ വചനമാകുന്നു, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുന്ന വചനമാണ്. നമ്മൾ ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. എഫേസ്യർ 6:17 പറയുന്നു, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് ഒരു വിശ്വാസി ധരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ആലേഖനം ചെയ്യപ്പെടണം. അപ്പൊ നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ആ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെ ശക്തീകരിക്കുന്നതായി നമുക്ക് അറിയുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനം പറയുക, നമ്മൾ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ വചനം അയക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് സൗഖ്യം ഉണ്ടാകുകയാണ്. ആമേൻ. എന്നാൽ ആദ്യമായി ഈ വചനം ഉപയോഗിച്ചത് യേശു കർത്താവാണ്. നമുക്കറിയാം, കർത്താവ് 40 നാളും 40 രാവും 40 പകലും ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അവന്റെ അടുക്കൽ കടന്നു വന്നു. എന്നിട്ട് അവനോട് പറയുകയാ, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ. പരീക്ഷകൻ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ പൈശാചികനാണ്. പണ്ട് സ്വർഗത്തിലായിരുന്നവരെ ഭൂമിയിലേക്ക് വെട്ടിയിട്ടതാണ്. അവൻ പറഞ്ഞു, ആമേൻ, നിനക്ക് വിശക്കുന്നല്ലോ. ഒരു കല്ലെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കല്ല് അപ്പമാക്കി നിനക്ക് ഭക്ഷിക്കുവാനായിട്ട് കഴിയും. കർത്താവ് മറുപടി കൊടുത്തത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുവാനിടയായി. പിന്നെ വീണ്ടും ദേവാലയത്തിന്റെ ആഗ്രഹത്തിൽ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് ഞാനും നിങ്ങളും ആമേൻ പരീക്ഷണങ്ങളെ വിജയിക്കേണ്ടതെന്ന് കർത്താവ് അന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയാൽ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ആമേൻ, നിനക്കൊരർത്ഥം ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ആമേൻ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലുകൾ തട്ടി പോകാതിരിപ്പാൻ തക്കവണ്ണം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നോക്കിയേ, നമ്മളെക്കാൾ അധികമായി പൈശാചികന് വളരെ വ്യക്തമായി വചനമറിയാം. ദൈവത്തിന് സ്തോത്രം. കാരണം അവൻ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവനാ. ഇത് മിശികയാണെന്നും അറിയാം. അന്നേരം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ് അവനെ അതെ ആമേൻ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുകയാണ്, ഈ ലോകം മുഴുവൻ പൈശാചികന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു കാര്യം മനസ്സിലാക്കുവാൻ ഇടയായി. ഈ ആകാശമണ്ഡലമായിരുന്നു 1-ാം സ്വർഗം. 2-ാം സ്വർഗം ഇപ്പോൾ വിശുദ്ധന്മാർ വസിക്കുന്ന സ്വർഗീയ പ്രതീക്ഷ. 3-ാം സ്വർഗം പിതാവാം ദൈവം വസിക്കുന്ന സ്വർഗം. എന്നാൽ ആകാശമണ്ഡലം പിശാചിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ആകാശമണ്ഡലം പിശാചിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ലൂസിഫർ ആകാശമണ്ഡലത്തിൽ നിന്ന് താഴേക്ക് കിടക്കുന്ന പൈശാചികനെ ആമേൻ നമ്മളിൽ ദൈവ മക്കളില് ആമേൻ ആരും ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യരും ആമേൻ ദൈവസ്ഥനിലേക്ക് കടന്നു വരാതിരിപ്പാൻ തക്കവണ്ണം മനുഷ്യരെ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മറന്നു പോകരുത്, എന്റെ കർത്താവിനെയും വരുവാൻ പോകുന്നത് ആകാശമണ്ഡലത്തിലാണ്. എന്താ ആകാശമണ്ഡലത്തിൽ കർത്താവ് വരാൻ കാരണമെന്നറിയാമോ? പിശാചിന്റെ വാസസ്ഥലമായിരിക്കുന്ന ആകാശമണ്ഡലത്തിൽ നിന്ന് എന്റെ കർത്താവിന്റെ ഉയർപ്പിന്റെ കൊടി, അല്ലെങ്കിൽ കർത്താവിന്റെ തേജസ്സിന്റെ കൊടി അവിടെ നാട്ടിക്കൊണ്ട് അവനെ അവിടുന്ന് നിഷ്കാസനം ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. പോകട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഏറ്റവും ഒടുവിലായി സകല ലോകത്തെയും കാണിച്ചു കൊടുത്തു. അത് പറയാൻ വന്നപ്പോഴാണ് ഞാനത് പറഞ്ഞത്. ഈ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ആമേൻ. എന്നാൽ കർത്താവ് വന്ന് അവന്റെ അധീനതയ്ക്ക് ഭംഗം വരുത്തേണ്ടതിന് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണമെന്നും എന്റെ രക്തം കൊണ്ട് ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്നും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു വിശ്വാസി ദൈവത്തിന്റെ വകയാണ്. അതുകൊണ്ടാണ് യോബിനോട് യോബിനെ കുറിച്ച് ദോഷം പറയുവാൻ തക്കവണ്ണം സ്വർഗത്തില് ആമേൻ പിശാചുക്കൾ ചെന്നപ്പോൾ പറഞ്ഞത്, നീ അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുക, ചുമ്മാതല്ല അവൻ നിന്നെ ആരാധിക്കുന്നത്. ഇവിടെ ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. എന്നാൽ ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി ഓർത്തോണം, എന്നെയും നിങ്ങളുടെ ഭവനത്തെയും നമുക്കുള്ളതിനെയും കുഞ്ഞാണിന്റെ തിരക്തം കൊണ്ട് ദൂതന്മാരുടെ കാവലിൽ വേലി കെട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒടുവില് ആമേൻ പിശാചിനെ അവസാനമായി പൈശാചികനെ ആമേൻ ശാസിക്കുകയും ഓടിക്കുകയും ചെയ്തതായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് ആദ്യം വചനം ഉപയോഗിച്ചത് നമ്മുടെ കർത്താവാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത് വചനം ഉപയോഗിച്ചത് കർത്താവിന്റെ ശിഷ്യനായിരുന്ന പത്രോസും യോഹന്നാനുമാ. അവർ സുന്ദരമെന്ന ഗോപുരവാതിക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആമേൻ നമ്മൾ കാണുകയാണ്, ആമേൻ ഒരു ജന്മനാൽ മുടന്തനായ ഒരു മനുഷ്യൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ പൊന്നും വെള്ളിയോ ഒന്നുമില്ല,
പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമുക്ക് പൊന്നും വെള്ളിയൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ അഹങ്കാരം. ദൈവത്തിന് സ്തോത്രം. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്നതായ വസ്ത്രം മാത്രമേ ഉള്ളൂ. ആമേൻ. രണ്ടാമതൊരു വസ്ത്രം എടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്നാൽ അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു, വെള്ളിയും പൊന്നുമില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവന് രോഗസൗഖ്യം പ്രാപിച്ചവരായി എഴുന്നേറ്റു എന്ന് മാത്രമല്ല, എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു. അപ്പൊ നോക്കിക്കോണേ, ദൈവവചനം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള വചനങ്ങൾ ആമേൻ ഭാരത്തിലാകുമ്പോൾ, നമ്മൾ രോഗത്തിലാകുമ്പോൾ, നമ്മൾ കഷ്ടങ്ങളിലാകുമ്പോൾ, ദൈവവചനം നമ്മളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിടിവിക്കുമെന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ആമേൻ. മൂന്നാമതായിട്ട് ദൈവവചനം ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് ഒരിക്കൽ പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് അവൻ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ സിനഗോഗുകളിലേക്കോ അന്നത്തെ പ്രാർത്ഥനാ സ്ഥലത്തേക്കോ പോകുമ്പോൾ പുഴവക്കത്ത് ധാരാളം സ്ത്രീകൾ അവരവിടെ ഇങ്ങനെ അലക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമായി അവർ കടന്നു വന്നിരുന്നു. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ്ലീഹായോട് പറഞ്ഞു, നീ ആ പുഴവക്കത്തുള്ള സ്ത്രീകളെ ഒന്നിച്ചു കൂട്ടി ദൈവവചനം പറയുവാനായിട്ട് പറഞ്ഞു. അതിന്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു. അവരെല്ലാം വിളിച്ചു കൂട്ടി, നിങ്ങൾക്കറിയില്ലേ, കഴിഞ്ഞ നാളില് നസറേയനായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പിറന്നു, മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി കാൽവരി ക്രൂശിൽ നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു. അവനിപ്പം പുത്രൻ ഇപ്പം പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്കായി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുവാനിടയായി. ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് അവരോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നോക്ക്, എല്ലാ സ്ത്രീകളും അത് കേട്ടില്ല. എന്നാൽ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി, രക്താംബരം വിറ്റുകൊണ്ടിരുന്ന, കമ്പിളി പുതപ്പ് വിറ്റുകൊണ്ടിരുന്ന ഒരു സഹോദരി എന്ത് ചെയ്തതെന്നറിയാമോ? അവൾ ഈ വചനം കേട്ടു. പ്രിയപ്പെട്ടവരെ, വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ആമേൻ. ഇന്ന് വചനം ആമേൻ എല്ലാ സ്ഥലങ്ങളിലും ആമേൻ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുകയാണ്. വഴിവക്കിൽ മുഴുവൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കൊരു രക്ഷയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അവരെന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ. ആ സുന്ദരമെന്ന ഗോപുരവാതിക്കലിരുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേൽക്കുവാനായിട്ടിടയായി. അവന്റെ മുടന്ന് മുഴുവൻ മാറി. അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് ശക്തിയുണ്ട്. യേശുവിന് ഇന്ന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരു സൗഖ്യം പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുന്നത്, ആവർത്തന പുസ്തകത്തിൽ ഓർപ്പിച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും ഭവനത്തെ ആമേൻ കുഞ്ഞാടി ദൈവത്തിന്റെ വചനം കൊണ്ട് മതിൽ കെട്ടിയാൽ ഒരു ശത്രുവിനും നമ്മളെ പിന്നെ കാണുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. നോക്കുക, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് പതിയട്ടെ. എന്തിനാണെന്നറിയാമോ? ആമേൻ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആമേൻ അതിനെ വിജയിക്കേണ്ടതിനായിട്ട്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഒന്നാമതായി നമ്മളെ ഓർപ്പിക്കുകയാണ്. അതേ, ദൈവവചനമാകുന്ന കൈമതിൽ നമ്മൾ പണിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ദൈവവചനമാകുന്ന കൈമതിൽ പണിയണം. ഞാൻ ഒരിക്കലും ഒരു നടന്ന സംഭവം ഓർക്കുന്നു. ഒരു മകന് പുറത്തേക്ക് പോയി, ഭർത്താവ് പുറത്തേക്ക് പോയി. ആ ഭാര്യ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം കേൾക്കുവാനിടയായി ആ ഒരു വാഹനാപകടത്തിൽ ആ പ്രിയപ്പെട്ടവൻ മരിച്ചു പോയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യാത്രയായിരിക്കുമ്പോൾ വചനം കൊണ്ട് അവർക്ക് കൈമതിൽ പണിയണം. എന്റെ കർത്താവേ, അവർ പോയതുപോലെ മടങ്ങി വരുവാൻ ഇടയാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. കർത്താവ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അവരെല്ലാ സമയവും അവൻ തന്റെ ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ അവൻ പ്രാർത്ഥനയ്ക്കായി ആ പ്രത്യേകമായ സ്ഥലം വേർതിരിച്ച് ശിഷ്യന്മാരോടൊപ്പം കടന്നു പോകുമായിരുന്നുവെന്ന് നമ്മൾ കണ്ടത് ഞാൻ ഓർപ്പിച്ചിരുന്നുവല്ലോ. രണ്ടാമതായിട്ട്
നമ്മള് വചനമാകുന്ന കൈമതിൽ പണിതാൽ ആമേൻ ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് പണിയേണ്ട കൈമതിൽ പ്രാർത്ഥനയാകുന്ന കൈമതില. എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ മറന്നു പോകരുത്. പിതാവാം ദൈവത്തോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കഴിക്കുന്ന അപേക്ഷയാണ് ആമേൻ പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മൾ വചനം കൊണ്ട് കൈമതിൽ പണിയണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടത് ആമേൻ പൗലോസും ശീലാസും അവരോട് കിടന്നു ചെന്നപ്പം പൗലോസ് പറഞ്ഞു, എന്താ നീ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ അവര് പ്രാർത്ഥിച്ചത് യേശുവിന്റെ നാമത്തിലാ. അപ്പൊ രണ്ടാമത് ഞാനും നിങ്ങളും ഞാൻ കൈമതിൽ പണിയേണ്ടത് പ്രാർത്ഥന കൊണ്ടാണ് കൈമതിൽ പണിയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിലെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ആമേൻ ഈ ദൈവത്തെ അറിയാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ദൈവം തന്നതിനായി 1000ഉം 10,000ഉം സ്തോത്രം ചെയ്യുന്നെന്ന് ഒന്ന് പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യത്തില് പ്രാർത്ഥനയെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ചുങ്കക്കാരനും ഒരു പരീശനും പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ചുങ്കക്കാരൻ അവിടെ നിന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. അവൻ ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവനിങ്ങനെ പറയുകയാണ്, ആമേൻ ഞാൻ ഞാൻ ആഴ്ചയിൽ പ്രസാരം കൊടുക്കുന്നവനാണ്. ആമേൻ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്. ഞാൻ ഇവരെ പോലെ ചുങ്കക്കാരനെ പോലെ ഉള്ളൊരു വ്യക്തിയല്ലെന്നും പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. എന്നാൽ അടുത്ത ഊഴം ചുങ്കക്കാരന്റെ ആയിരുന്നു. അവൻ ദേവാലയത്തോട് അടുത്ത് വരുവാൻ പോലും തയ്യാറാകാതെ അവൻ ദൂരെ നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് കർത്താവേ പാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ നോക്കിയേ, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവൻ ഒരുപക്ഷെ കേട്ട് കാണും. എന്നാലും അവൻ പറയുകയാ, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ യാതൊരു യോഗ്യതയും എനിക്കില്ല. അതുകൊണ്ട് ആമേൻ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ ചുങ്കക്കാരന്റെ മുഖം കണ്ടാൽ അറിയാൻ കഴിയും എങ്ങനെയുള്ള മുഖമാ. ആമേൻ ദൈവത്തിന് സ്തോത്രം. എന്നാൽ പരീശന്റെ മുഖം കണ്ടാൽ നമുക്കറിയാം എങ്ങനെയുള്ള മുഖമാണെന്ന് നമുക്കറിയാൻ കഴിയും. പരീശന്റെ മുഖം ആമേൻ യാതൊരു പ്രത്യാശയമില്ലാത്തൊരു മുഖമായിരുന്നപ്പോൾ ആമേൻ ചുങ്കക്കാരൻ ഏറെ സന്തോഷവാനായി എന്ന് പറഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചവനായിട്ട് അവൻ മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ ഒരു സംഭവകഥയുടെ ഞാൻ ഓർപ്പിച്ച് രണ്ടാമത്തെ വിഷയം ഞാനങ്ങ് വിടുകയാണ്. 2 പ്രാർത്ഥനയാകുന്ന കൈമതിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മൾ. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ട്, നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. ആമേൻ നമ്മളെപ്പോഴും പ്രാർത്ഥനാ നിരതരായിരുന്നാൽ ഒരു ശത്രുവിനും നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. ആമേൻ ഈ ലോകത്തിന്റെ പൈശാചികന് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അന്വേഷിച്ചുകൊണ്ട് അവൻ ഊടാടി നടക്കുകയാ. അവൻ ആരെയാ വിഴുങ്ങുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? ഒരു വിശ്വാസിയെ അവന് വേണ്ടത്. അല്ലാത്തവരെല്ലാം അവന്റെ പൂണിയിൽ കിടക്കുന്നവനാ. അവന്റെ കൈകളിൽ ആയതുകൊണ്ട് നിയന്ത്രിക്കപ്പെടുകയാ. എന്നാൽ ഒരു വിശ്വാസി ദൈവത്തിന്റെ വകയായതുകൊണ്ട് ആ നോട്ടമുള്ളത് അവനെയാ. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ ജീവിതത്തിലും ഇയ്യോബിനെ അവർ നോട്ടമിട്ടത്. പോകട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ആമേൻ. 1 രാജാക്കന്മാരില് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു. ഒരു മാതാവിന്റെ മകന് അവൻ പ്രാർത്ഥിച്ചു. അവന് ജീവൻ കൊടുത്തതായി നമ്മൾ കാണുകയാണ്. സമയത്തിന്റെ പരിധിയുള്ളത് കൊണ്ട് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ഉപവാസ പ്രാർത്ഥനയില് ഒരു ദിവസം ആമേൻ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തതായിട്ടുള്ള ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ആമേൻ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എന്തെന്നറിയാമോ? കരമുയർത്തി ജനത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണിന് കാഴ്ച ലഭിച്ചു. അവർ അന്നേരം തന്നെ അവിടെ സാക്ഷ്യം പറഞ്ഞു. ആരും വിളിച്ചു കൊണ്ടുവന്നതല്ല. അവരെ ആമേൻ ഒരു അക്രൈസ്തവ സ്ത്രീ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അവരെ ആമേൻ ദൈവം കൂട്ടിക്കൊണ്ടുവന്നതാ. അവരുടെ കണ്ണിനെ ദൈവം കാഴ്ച കൊടുത്തു.
കൊടുത്തു. എങ്ങനെയാ? അവിടെ കൂടി വന്നിരുന്നവർ പ്രാർത്ഥിച്ചപ്പോ കാഴ്ച കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർപ്പിച്ച കഥയോട് ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകാം. ഒരു നല്ല കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒരു മാതാവും ഒരു മകനും ഒരു പിതാവും അടങ്ങുന്ന ഒരു കുടുംബം സന്തോഷത്തോടെ ദൈവമക്കളായി അവരിങ്ങനെ ജീവിക്കുമ്പോൾ അവർക്കൊരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിനൊരു പേരിട്ടു. അവന്റെ പേര് കാർസൺ എന്നായിരുന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആ കുഞ്ഞ് വളർന്നു വന്നു. അവനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ, 2 വർഷം പ്രായമായപ്പോൾ ഈ പിതാവ് പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകാനിടയായി തീർന്നു. എന്നാൽ ആമേൻ, ആ സഹോദരിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴിങ്ങനെ പറയും, 2-3 പേർ അവന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഉണ്ട്. ആമേൻ. ഇത് എന്താണെന്നറിയാമോ? ഈ സഹോദരി ഇത് പഠിച്ചിരുന്നു. അവർ വചനമൊക്കെ ധാരാളം പഠിച്ചിരുന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകന് 2 വയസ്സുള്ളപ്പോൾ കാൻസർ രോഗം പിടിപ്പാനിടയായി തീർന്നു. ആ പിതാവ് മരിച്ചു കഴിഞ്ഞ് കാൻസർ രോഗത്തിന് അടിമയായി തീർന്നു. തലയിലാണ് കാൻസർ. അവർ അന്നത്തെ വൈദ്യശാസ്ത്ര നിമിത്തം ആമേൻ ആ കാൻസറെ പരിശോധിച്ചപ്പോൾ തലയിൽ ആമേൻ പാട പോലെ ഒരു സാധനം വന്ന് നിൽക്കുകയാണ്. അത് കാൻസറിന്റെ ഒരു ലക്ഷണമാണ്. ഈ കുഞ്ഞ് അധികം കാലം ജീവിക്കില്ലെന്ന സഹോദരിയോട് പറഞ്ഞു. ഭർത്താവ് മരിച്ചുപോയി. ആരും അവർക്ക് സഹായത്തിനില്ല. അവർ അയൽപക്കത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് ആമേൻ, ദൈവത്തിന് സ്തോത്രം, ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാ. എന്നാൽ അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. ഡോക്ടർമാര് എൻ്റെ മകനെതിരായിട്ട് വിധി എഴുതിയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഏകനായിട്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുണ്ട്. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ ഇവിടെയുണ്ട്. എന്റെ പ്രാർത്ഥന നീ കേൾക്കുമല്ലോ. എന്റെ ഭർത്താവ് എന്നെ ഓർപ്പിച്ചതുപോലെ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാനും പരിശുദ്ധ റൂഹായും യേശു കർത്താവ് ഉണ്ടെങ്കിൽ 2-3 പേരുണ്ടല്ലോ. എന്റെ കുഞ്ഞിനൊരു സൗഖ്യം കൊടുക്കണം. എനിക്ക് ചികിത്സിക്കുവാൻ വകയില്ല. എന്നെ ഒന്ന് മനസ്സിലാതെ എന്റെ അടുക്കൽ കടന്നു പോകരുതെന്ന് ആ സഹോദരി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. അവന് 4 വയസ്സുള്ളപ്പോൾ വീണ്ടും ദൈവത്തിന് സ്തോത്രം, അവനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മുമ്പുണ്ടായിരുന്ന കാൻസർ ആ കുഞ്ഞിനില്ല. ആമേൻ. അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനെ ഒരു ഡോക്ടറാക്കുവാൻ ആഗ്രഹിച്ചു. അവന് അതാ പറഞ്ഞത്, എനിക്കൊരു ഡോക്ടറാകണം. ആമേൻ. എന്നിട്ട് അദ്ദേഹം പിന്നീട് ഡോക്ടർ കാൻസർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം കാൻസർ രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായി പഠിച്ച മിടുക്കനായി അനേകർക്ക് അതിന്റെ മരുന്നൊക്കെ കണ്ടുപിടിപ്പാൻ തക്കവണ്ണം ആമേൻ പല കാര്യങ്ങള് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ആ കുഞ്ഞിനെ പരിജ്ഞാനം കൊടുത്തു. അപ്പോൾ രണ്ടാമതായി ഞാൻ ഓർപ്പിച്ചത്, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട രണ്ടാമത്തെ പ്രത്യേകത പ്രാർത്ഥനയാകുന്ന കൈമതില്. നമ്മൾ പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നമ്മളെ വേലി കെട്ടണം. പ്രാർത്ഥന കൊണ്ട് നമ്മളെ വേലി കെട്ടണം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ദൈവവചനം കൊണ്ട് നമ്മളെ വേലി കെട്ടണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി ഞാൻ പറഞ്ഞു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ദൈവമക്കള്. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് പോകട്ടെ. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി കൂട്ടായ്മയാകുന്ന കൈമതില്. 1 യോഹന്നാൻ 1:3 മുതൽ വരെയുള്ള വാക്യങ്ങളില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങൾ കേട്ടതും ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷനായി യേശു പറഞ്ഞ് തങ്ങളെ നടത്തിയെന്ന് അവരെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, അവന് നിത്യജീവനുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, അവൻ പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ആമേൻ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അവൻ മരിച്ചാലും ജീവിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ കണ്ടും കേട്ടും ഉള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് അതിന്റെ പറയുകയാണ്, കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഇതെഴുതുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ പറയുകയാണ്, യേശുവിന്റെ മാറിൽ ചാരിയവനാണ് യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ പറയുകയാണ്, എന്താ പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾക്ക് ക്രിസ്തുവിനോടൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കൈതൊട്ടതാണ്. എന്നിട്ട് പറയുകയാണ്, അവയെ ഞങ്ങൾ കേട്ടതാണ്, അവനിൽ ഞങ്ങൾ പഠിച്ചതാണ്. പുത്രൻ പിതാവിൽ നിന്ന് കേട്ടത് മാത്രമേ
മാത്രമേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നവൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവന് ഹല്ലേലൂയ ഞങ്ങളെ പഠിപ്പിച്ചെന്ന് പറയുകയാ. അതുകൊണ്ട് ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ കൂട്ടായ്മ കുടുംബ പ്രാർത്ഥനയിലെ കൂട്ടായ്മയാകാം, അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിലെ ആരാധനയാകാം, അല്ലെങ്കിൽ ദൈവജനം കൂടി വരുന്ന സ്ഥലമാകാം. ഒരു കൂട്ടായ്മ നമ്മളെ ബലപ്പെടുത്തും. എന്നാണെന്നറിയാമോ? കൂട്ടായ്മയിൽ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടി വരുമ്പോൾ, ആമേൻ, എല്ലാവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായ്മയാകുന്ന കൈമതിൽ നമ്മുടെ ഭവനത്തിന്റെ മേൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ആമേൻ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, നമ്മള് ആമേൻ സുരക്ഷിതരായിരിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ആദ്യത്തെ കൂട്ടായ്മ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ആദിമസഭയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ആദിമസഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ഒരു മനസ്സും ഏക ഹൃദയമുള്ളവരായിരുന്നു. ഇന്ന് കൂട്ടായ്മ കൂടിയാൽ പലരും പല ചിന്തയിലിരിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് അങ്ങനെയല്ലായിരുന്നു. ഇന്നെങ്ങനെയാ? എൻ്റെ മകനെ UK അയക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള ചിന്തകളല്ലാതെ ഏകാഗ്രഹൃദയമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ആദ്യത്തെ കൂട്ടായ്മ യേശുവിന്റെ അമ്മയായ മറിയോട് ചേർന്ന് 120 പേർ ഒരുമിച്ച് അമാളിക മുറിയിലിരിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. ആത്മാവിനാൽ അവരെല്ലാവരും നിറയുവാനായിട്ട് ഇടയായി തീർന്നു. അവരെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചു. അന്നത്തെ അന്യഭാഷ പ്രിയപ്പെട്ടവരെ, ഞാൻ വേദപുസ്തകത്തിൽ പറഞ്ഞത് മാത്രം ഞാൻ ഓർപ്പിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അന്യഭാഷയിൽ അവർക്ക് സംസാരിക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഒരു മനുഷ്യൻ ആമേൻ ആദ്യം നല്ലവനായിരുന്നു എന്ന് പിന്നീട് കേൾക്കുവാനിടയായി. അവന് അന്യഭാഷയൊക്കെ അറിയാമായിരുന്നു. അവനൊരു ഭവനത്തിൽ കടന്നു ചെന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ രണ്ടായിട്ട് വേണം ആമേൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുവാനായിട്ട്. ആ ഒരു വ്യക്തിക്ക് തന്നെ ഒരു ഭവനത്തിൽ കടന്നു ചെല്ലുവാൻ അവകാശമില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം, അവരുടെ മാലയും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാനിടയായി. ഒടുവിൽ നമ്മളെല്ലാവരും കണ്ടു. ആമേൻ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ എന്താണ് അവിടെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ നോക്കി ഒരു സങ്കോചവുമില്ലാതെ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സങ്കോചമില്ലാതിരുന്നെന്നറിയാമോ? ആ മനുഷ്യനെ നടത്തുന്നത് പൈശാചികനാണ്. ദൈവത്തിന് സ്തോത്രം. അവനൊരു മോഷ്ടാവായി തീർന്നു. അന്ന് മുതൽ അവൻ പൈശാചിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ടാണ് അവൻ ലജ്ജയുമില്ലാതെ അവൻ പറഞ്ഞ അന്യഭാഷയോടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മൾ കർത്താവിനെ വിട്ട് ഒരു കാര്യവും ചെയ്യുവാനിടയാകരുത്. നമ്മളിലുള്ള ആത്മാവ് പറയുന്നത് അനുസരിച്ചല്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യുവാനിടയാകരുത് എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മാവിലുള്ള സന്തോഷം അവർക്ക് എല്ലാവർക്കും ലഭിച്ചുവെങ്കിൽ ഇന്നൊരു ദൈവവേദന ആത്മാവിലുള്ള സന്തോഷമുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. പണ്ടൊരു സഹോദരി അവരേറെ ആഗ്രഹിച്ചു ആത്മാവിൽ നിറയണമെന്ന്. അവരെ 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കൊതിയോടെ ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഉള്ളിൽ ആത്മാവുണ്ട്. എന്നാൽ ആത്മാവിന്റെ നിറവ് ഈ നാളുകളിൽ ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ജയകരമായ ഒരു ക്രിസ്ത്യജീവിതം നയിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവരാത്മാവിൽ ആമേൻ നിറയുവാൻ കൊതിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവര് ഒരു ദിവസം രാവിലെ ആമേൻ എഴുന്നേറ്റ് മോഹെല്ലാം കഴുകി പ്രാർത്ഥന കഴിഞ്ഞ് അവരവരുടെ മിറ്റം തൂക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായി. അവർ പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാത്മാവിന്റെ നിറവിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ നാളുകളിൽ ഏലിയാവിന്റെ ഇരട്ടി ശക്തി എലിശയ്ക്ക് കൊടുത്തതുപോലെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ആമേൻ മൂന്നാമത് കൂട്ടായ്മയാകുന്ന ഒരു കൈമതിൽ പണിതിട്ടുള്ളവരായിരിക്കണം നാം എന്ന് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ 1991 ഒക്ടോബർ 11 രാത്രിയാണ് ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത്. എന്നിൽ ആമേൻ അതിനുള്ളൊരു കാരണമുണ്ട്. ഞാൻ ഗൾഫിന്റെ പ്രദേശത്ത് അനേക വർഷങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ ദൈവമായിട്ട് എനിക്കൊരു ബന്ധമില്ലായിരുന്നു. പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന എൻ്റെ ആത്മീയത മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നു, പ്രതിസന്ധികൾ കടന്നു വന്നു.
ഇന്ന് നമുക്കറിയാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നൊരു വിശ്വാസിക്ക് അറിയാം. അന്ന് ഞാനൊരു അവിശ്വാസിയായിരുന്നത് കൊണ്ട് എനിക്കതറിയില്ലായിരുന്നു. എന്നാൽ അന്ന് രാത്രി എൻ്റെ പണത്തിനോ വൈദ്യശാസ്ത്രത്തിനോ എന്നെ വിടുവിക്കുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കുടുംബമായി ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി തീർന്നു. ഞങ്ങളുടെ മുറിയിൽ പ്രാർത്ഥിക്കാൻ അറിയില്ല, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയില്ല. പണ്ടൊക്കെ കൗമ ചൊല്ലുവാനായിട്ട് അറിയാമായിരുന്നു, സന്ധ്യാപ്രാർത്ഥന മുഴുവൻ അറിയാമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജീവിതമായിരുന്നു. എന്നാൽ അന്ന് രാത്രി അറിയാവുന്നതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാട്ടുളി പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വചനം കടന്നു വന്നു. ആ വചനം മറ്റൊന്നുമായിരുന്നില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ടവരെ, ആ വചനമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. ആ വചനമാണ് എനിക്ക് സന്തോഷം തന്നത്. ആ വചനമാണ് എന്നെ ദൈവത്തിന്റെ മകനാക്കി തീർത്തത്. അന്ന് മുതൽ ഞാൻ ഓടുകയാ. എവിടെയുണ്ട് ഒരു കൂട്ടായ്മ, എനിക്കും കൂട്ടായ്മയാകുന്ന കൈമതിൽ പണിയണം. എവിടെയുണ്ട് ദൈവവചനം, ആ വചനം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പതിയണം. അത് ഞാൻ ഓടുകയാണ്. എവിടെയാണ് പ്രാർത്ഥന എന്ന് കരുതി ഞാൻ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കഴിഞ്ഞ 32 വർഷക്കാലമായി ഞങ്ങളുടെ ഈ ഹാളില് ഇങ്ങനെ ഒരു പ്രാർത്ഥനായോഗം നടക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് മൂന്നാമതായി ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ദൈവവചനം കേൾക്കുമ്പോൾ. ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. എനിക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു ഒരു കാര്യമായിരുന്നു. ഞാൻ ആ കാലങ്ങളിലൊക്കെ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന കാലമാ. അന്ന് ദൈവത്തിന്റെ ദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്നെ ഉദ്ദേശിച്ചല്ലെങ്കിലും ഇങ്ങനെ പറയും. ചിലരൊക്കെ ചെറുതൊക്കെ പഠിച്ചിട്ട് ചുമ്മാതെ പ്രസംഗിക്കാൻ നടക്കുകയാണെന്ന് പറയുമായിരുന്നു. ആ നാളുകളിൽ എനിക്ക് വലിയൊരു വേദനയുണ്ടായി. ദൈവമേ, നീ മോശയെ വിളിച്ച ദൈവമാണ്, നീ ഹല്ലേലൂയ ശൗമേലിനെ വിളിച്ച ദൈവമാണ്, നീ ശൗലിനെ വിളിച്ച ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ നിയമത്തിൽ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലങ്ങളിൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുമായിരുന്നു. അന്നത്തെ ആ ഉത്സാഹം എന്നില്ല, പ്രായം വേറെ ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ അന്ന് പകൽക്കാലത്തെ ഉപവാസത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഞാൻ നിന്നോട് ഇന്ന് സംസാരിക്കാൻ പോകുകയാ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഉപവാസം കഴിഞ്ഞു ആളുകളൊക്കെ ഭവനത്തിലൊക്കെ പോയി അന്ന് ഞാനേറെ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുമോ, പാപിയായ എന്നോട് സംസാരിക്കുമോ എന്ന് ഞാൻ എങ്കിലും എന്നോട് ക്ഷമിക്കണമേ. 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞതായതുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഷോപ്പിൽ കടന്നുപോയി. സന്ധ്യയിൽ ഞാൻ മടങ്ങി വന്നു. അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എനിക്കുള്ള ആഹാരം എനിക്ക് തരിക, എന്നാ ഇന്ന് നേരത്തെ ഉറങ്ങാൻ പോകുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ നേരത്തെ ഉറങ്ങാൻ പോവുക, കാരണം എൻ്റെ യേശു എന്നോട് സംസാരിക്കാൻ പോവുക, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തിന് സ്തോത്രം, ഞാൻ കിടന്നുറങ്ങുകയാണ്. നല്ല ഉറക്കമായി. ഉറക്കത്തിൽ ഒരു ശബ്ദം കേൾക്കാം, യോഹന്നാൻ 10:3. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ 3 ദിവസം കേട്ട വചനങ്ങളായിരിക്കാം ഇതെന്ന് ഞാൻ വിചാരിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ എനിക്ക് ഞാൻ പിന്നെയും എൻ്റെ പുതപ്പ് വലിച്ച് ഇട്ടുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ ഇടത്ത് ചെവിയിൽ വീണ്ടും യോഹന്നാൻ 10:3 കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ ശബ്ദത്തിന് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 10:3 എവിടെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, യോഹന്നാൻ 10:3 എനിക്ക് എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ യോഹന്നാൻ 10:3 എടുത്തു. വായിച്ചപ്പോൾ എൻ്റെ കണ്ണിലൂടെയൊക്കെ ഒരു വേദഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ച് പുറത്തെ കൊണ്ടുവരുന്നു. ഞാൻ അവയ്ക്ക് മേച്ചിൽ സ്ഥലം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വചനമാണ് എന്നെ 3 പ്രാവശ്യം 2 പ്രാവശ്യം യോഹന്നാൻ 10:3 എന്നുള്ള വചനവും, 2-ാം പ്രാവശ്യം ദൈവം 3-ാം പ്രാവശ്യം ആ വചനം എന്നെ കാണിച്ചു തരുവാനായിട്ടിടയായി തീരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്നാണെന്നറിയാമോ? എനിക്കൊരു ഉറപ്പുണ്ട്. 91 ഒക്ടോബർ 11 രാത്രി എന്നെ വിളിച്ച ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ്റെ ഒരു ആടായി തീരുവാൻ, അവൻ്റെ ഒരു മകനായി തീരുവാൻ, അവൻ്റെ ഒരു ദൈവമായി തീരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ കാരണം
ഇന്നലെ ഞാൻ പ്രസംഗിച്ചതായ പ്രസംഗം അത് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായതുകൊണ്ടാണ് ഇന്നെനിക്ക് ദേവാലയത്തിൽ ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്, അതിന് കടന്നു പോകണം. അതിന് മുൻപായി ഈ മെസ്സേജ് അത് നഷ്ടപ്പെടുവാൻ പാടില്ലല്ലോ. ഒരാഴ്ച കൊണ്ട് കഷ്ടപ്പെട്ട് എഴുതിയുണ്ടാക്കിയതാണല്ലോ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ സമയത്ത് ഞാനിത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം ഞാൻ അതിലേക്ക് കടന്നു വരട്ടെ. ഞാൻ ഒന്നാമതായി ഓർപ്പിച്ചു, ആവർത്തന പുസ്തകം 22:8 ഒരു പുതിയ വീട് പണിതാൽ നീ വീട്ടിൽ മുകളിൽ നിന്ന് വല്ലവനും വേണ്ടിയിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിൻ്റെ കൈമതിൽ ഉണ്ടാക്കണം. പഴയ നിയമത്തിൽ അമേൻ എല്ലാ ഭവനങ്ങളുടെയും മുകളിൽ കൈമതിൽ ഉണ്ടായിരുന്നു. അവർ രാത്രി സമയങ്ങളിൽ അമേൻ AC ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് അവർ ഉറങ്ങുവാൻ പോകുമ്പോൾ ഉറക്കത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അതിന്റെ പുറത്തു നിന്ന് വീണ്, ഞാനത് ഓർപ്പിച്ചിരുന്നു, വീണ് അവർ മരിച്ചു പോയാൽ ആ വീട്ടിന്മേൽ ശാപമുണ്ടായിരുന്നു. അമേൻ പ്രിയപ്പെട്ടവരെ, എന്നാൽ ആമേൻ നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ആമേൻ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ ഒരു കൈമതിൽ ഉണ്ടാക്കണം. അത് വിശ്വാസിയുടെ ജീവിതത്തിൽ 3 കൈമതിലുകളാണ് ഞാൻ രാവിലെ ഈ മെസ്സേജിലൂടെ നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ദൈവവചനമാകുന്ന കൈമതിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയങ്ങളിൽ വചനം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വചനം കൊണ്ട് നമ്മുടെ ഭവനത്തെ നമ്മൾ മുദ്രയിടുമാറാകണം, അല്ലെങ്കിൽ കൈമതിൽ ഉണ്ടാക്കുമാറാകണം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന ശത്രുവിന് നമ്മളെ തൊടുവാനായിട്ട് കഴിയുകയില്ല. രണ്ടാമതായിട്ട് ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിന് സ്തോത്രം, ആമേൻ, പ്രാർത്ഥനയാകുന്ന കൈമുതൽ. ഒരു വിശ്വാസിയുടെ ആകെയുള്ള മുതൽ എന്ന് പറയുന്നത്, അവന്റെ കൈമുതൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അവന്റെ ജീവിതത്തിൽ അവനെപ്പോഴും പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുവാൻ കഴിയുന്നെങ്കിൽ അവന് ചുറ്റും, അവന്റെ ഭവനത്തിന് ചുറ്റും, അവന്റെ കൂട്ടായ്മക്കാർക്ക് ചുറ്റും, അവന്റെ സഭയ്ക്ക് ചുറ്റും, സഭയുടെ മേലധ്യക്ഷന്മാർക്ക് ചുറ്റും പ്രാർത്ഥന കൊണ്ട് കൈമുതൽ പണിയണമെന്ന് ഇവിടെ ഓർപ്പിച്ചു. മൂന്നാമതായിട്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. കൂട്ടായ്മയാകുന്ന കൈമതില്. പ്രിയപ്പെട്ടവരെ, ആ കൈമതിൽ പണിയുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം ഭാഗ്യം തരുന്നത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ 32 വർഷമായി ഈ ശുശ്രൂഷ നിരന്തരപടിയായി സ്വർഗത്തിലെ ദൈവം നിറവേറ്റുവാൻ ഈ ഹോളിൽ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. സെപ്റ്റംബർ 17 32 വർഷം കഴിഞ്ഞ് ഇത് 33-ാം വർഷത്തിലേക്ക് ശുശ്രൂഷ പോവുകയാണ്. എനിക്കൊരു കാര്യം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതുവരെയും ദൈവം നിർത്തിയതാ, ഞങ്ങൾ നിന്നതല്ല, ദൈവം നിർത്തിയതാ. ആമേൻ. ഈ ശുശ്രൂഷ ഈ ദേശത്ത് ഒരു പ്രകാശമായി തീരേണ്ടതിന് ദൈവം ഞങ്ങളെ ആക്കി വെച്ചതാ. അതുകൊണ്ട് അനേക ഭക്തന്മാർ, ആമേൻ, നമ്മുടെ പിതാക്കന്മാർ ഈ വചനം കേട്ട് അവര് സ്വർഗരാജ്യത്തെ സ്വർഗീയ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പിന്നെയും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു.